Hi friends, ഇന്നൊരു പാലക് പനീർ ആയാലോ? റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു പാലക് പനീർ. എന്നാൽ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, അത്രയും സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു വലിയ ഓണിയൻ അത് ചേർത്ത് 4 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടും ചേർത്ത് നമുക്കിത് നന്നായി വഴറ്റി ഒന്ന് ആ ഒരു ഗ്ലൈസിങ് ആ ഒരു സ്റ്റേജ് ആണ്, ഇത് ബ്രൗൺ കളർ ആവേണ്ട, ആ ഒരു ഗ്ലൈസിങ് ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റേജ് ആകുമ്പോൾ അതൊന്ന് അരച്ച് വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് അരച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഇനി കുറച്ച് തിളച്ച വെള്ളത്തിനകത്തേക്ക് 3 കെട്ട് പാലക്ക ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് 2 കെട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ അവിടെ 3 കെട്ടുണ്ട്. അത് എടുത്തിട്ട് അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ കളറ് വെള്ളത്തിനകത്തേക്ക് മാറുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജിട്ട് 1 മിനിറ്റൊക്കെ മതി, അപ്പോഴത്തേക്ക് അത് ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഇതും ചൂടാറിയതിന് ശേഷം അരച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ 2 സാധനങ്ങളും നമ്മൾ ആദ്യമേ കുക്ക് ചെയ്ത് മാറ്റി വെച്ചാൽ ചൂടാറുമ്പോൾ നമുക്ക് അരച്ച് വെച്ച് മാറ്റിയെടുക്കാൻ പറ്റുമല്ലോ. അത് കാരണം ഇത് ഫസ്റ്റ് സ്റ്റേ ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഇഞ്ചിയാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ ഇഞ്ചി, ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല. 1.5 ടീസ്പൂൺ ഇഞ്ചി, അതേപോലെ 2 പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരച്ച് വേണമെങ്കിലും ചേർക്കാം. അരയ്ക്കുമ്പോൾ ഒരു പച്ചമുളക് ആക്കാൻ നോക്കുക, എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു വലിയ ഓണിയൻ ചോപ്പ് ചെയ്ത് നന്നായി ചോപ്പ് ചെയ്യണം, ചെറുതാക്കി ചോപ്പ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ അതങ്ങനെ കിടക്കും, ഇതിങ്ങനെ കാണാൻ പാടില്ല. ആ ഒരു രീതിയിൽ ചോപ്പ് ചെയ്ത ഓണിയൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി ഒരു ബ്രൗണിഷ് കളർ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് ജീരകപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, അതേപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കസൂരി മെത്തി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി നല്ല മിക്സായി വരുന്ന സമയത്ത് ഞാനൊരു വലിയ ടൊമാറ്റോ, അത് പച്ചയിൽ തന്നെ പേസ്റ്റ് ആക്കിയതാണ്, കുക്ക് ചെയ്തിട്ടൊന്നും പേസ്റ്റ് ചെയ്തതല്ല, അതങ്ങനെ ജസ്റ്റ് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് മുകളിലൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായി ഒന്ന് കുക്കായി എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ പേസ്റ്റ് നേരത്തെ ചേർത്ത് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഒണിയൻ ആൻഡ് കാഷ്യൂ പേസ്റ്റ് ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് ചേർക്കുന്നത് കാരണമാണ് ഇതിന് ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം. ഇതാരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ഇതിങ്ങനെ തന്നെ ചേർക്കാൻ നോക്കാം. ഇതാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവർ തരും, നല്ലൊരു ടേസ്റ്റാണ് ഈ സാധനം. ഇനി ഇതൊന്ന് സോട്ടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച പാലക്കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പനീറാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം അതങ്ങനെ ഞാനത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് നന്നായി ഒന്ന് മിക്സായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായി കിടന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നിങ്ങൾ നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ്സിനൊക്കെ നോക്കി ചേർക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു 200 ഗ്രാംസിൻ്റെ ആ ഒരു പനീറിൻ്റെ പാക്കറ്റ് ഞാനിവിടെ അമൂലിൽ എടുത്തിട്ടുള്ളത് ചേർത്തെടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് ഒന്ന് വേഗം കുക്കാവും പനീർ. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ തന്നെ അത് കുക്കാവും. പെട്ടെന്ന് കുക്കാവുന്നൊരു സാധനമാണ് പനീർ. അപ്പം കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമുക്കിതൊന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാലക് പനീർ ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നോക്കിയേ പാലക് കാണിച്ചു തരാം. ഒരു പനീർ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, പൊടിഞ്ഞ് പോയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ അടുപ്പ് ഓഫ് ചെയ്തിട്ട് നല്ല ഫ്രഷ് കുക്കിംഗ് ക്രീം നമുക്ക് മുകളിൽ ഇതുപോലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുകളുടെ അടുത്തൊക്കെ പറയുക. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക. നല്ല അടിപൊളി റെസിപ്പീസ് ഉണ്ട്, കണ്ട് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പം നല്ലൊരു റെസിപ്പിയായി പിന്നെ ഒരു ദിവസം വരാം. ബൈ, സീ യു.